നമസ്തേ, ഞാൻ ഡോക്ടർ ഗായത്രി, കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്. ഇന്ന് എല്ലാവർക്കും പേടിയുള്ളൊരു കാര്യത്തെ പറ്റിയാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ചിലപ്പം പലരും പല ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് വന്ന് നമ്മളോട് ചോദിക്കാറുള്ള കാര്യമാണ്, എന്താണ് ഈ മജ്ജ പരിശോധന അല്ലെങ്കിൽ ഈ ബോൺ മാരോ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വേദനയുള്ള ഒരു കാര്യമാണോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഈ വീഡിയോയിലൊന്ന് പരിശോധിക്കാം. ഈ ബോൺ മാരോ പരിശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും രക്താർബുദം ഡയഗ്നോസ് ചെയ്യാനായി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. മറ്റ് ക്യാൻസേഴ്സിലും ചെയ്യാറുണ്ട്, മറ്റവസ്ഥകളിൽ ചെയ്യാറുണ്ട്, രക്താർബുദത്തിലും ചെയ്യാറുള്ള ഒരു ടെസ്റ്റാണ് ഈ മജ്ജ പരിശോധന എന്ന് പറയുന്നത്. എന്തിനാണ് ഈ മജ്ജ പരിശോധിക്കുന്നത്? നമുക്കറിയാം, മജ്ജയിൽ നിന്നാണ്, ഇപ്പം രക്താണുക്കളാണ് എല്ലാം ഉണ്ടാവുന്നത് മജ്ജയിൽ നിന്നാണ്. ഇപ്പം RBCs, WBCs, പ്ലേറ്റ്ലെറ്റ്സ് ഇതെല്ലാം ഉണ്ടാവുന്നത് മജ്ജയിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം എങ്ങനെയാണ് അതിൻ്റെ രൂപം ഇരിക്കുന്നത്, അബ്നോർമൽ ആയിട്ടാണോ ഇരിക്കുന്നത്, ബ്ലാസ്റ്റുകളുണ്ടോ, ക്യാൻസർ സെൽസ് ഉണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ഈ മജ്ജ പരിശോധന നമ്മൾ ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുറകുവശത്ത്, അതായത് നട്ടെല്ലിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ഇലിയാക് ബോൺ ഉണ്ട്. ഈ ഇലിയാക് ബോണിലൊരു പ്രത്യേക ഒരു പോയിൻ്റ് ഉണ്ട്, ഇച്ചിരി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പോസ്റ്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ ഈ മജ്ജ എടുക്കുന്നത്. ഇത് മരവിപ്പിച്ചിട്ടാണ് ഈ പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത്. അതിന് നമ്മൾ അനസ്തീഷ്യ, അതായത് അവിടെ മാത്രമായിട്ട് അനസ്തീഷ്യ കൊടുത്ത് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ് ഈ ബോൺ മാരോ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വലിയ വേദനയൊന്നും വരാത്ത ടെസ്റ്റാണ്. OP പ്രൊസീജിയറായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് വീട്ടിൽ പോകാനായിട്ടും സാധിക്കും. അപ്പോൾ ഈ മജ്ജ എടുത്തിട്ട് നമുക്ക് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് സാധിക്കും. ക്യാൻസർ ഉണ്ടോ ഇല്ലേ, ഉണ്ടെങ്കിൽ ഏത് തരം ക്യാൻസറാണ്, അതിൻ്റെ റിസ്ക് എന്താണ്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ മജ്ജയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് പേടിക്കേണ്ട ഒരു ടെസ്റ്റ് അല്ല, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ്. നമ്മളത് എല്ലാ ആൾക്കാർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്. ഇതിപ്പം പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോയി എന്നുള്ളത് കൊണ്ടൊന്നും നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻ മനസ്സിലാക്കി വേണം നമ്മൾ ഈ ടെസ്റ്റിനായിട്ട് വരാനുള്ളത്.